ചേട്ടാ ഈ പുതിയ വിശേഷങ്ങളൊക്കെ അറിയുന്നുണ്ടോ? അപ്പൊ കേരളത്തിൽ മാത്രമല്ല, തമിഴ്നാട്ടിലും തെലുങ്ക് നാട്ടിലും ഒക്കെ ഭയങ്കര ആരാധക വൃന്ദമുണ്ട്. അങ്ങനെ അങ്ങനെ ആലോചിക്കാറുണ്ടോ? ഞാൻ കുറെ അങ്ങ് മെച്ചപ്പെട്ടു പോയി ഞാൻ ആലോചിക്കാറുണ്ടോ? ഒരു സ്വപ്നം പോലെ തന്നെ തോന്നും. അവിടെ പോയിട്ട് നമുക്ക് അങ്ങനെ ഒരു നമുക്ക് ചെയ്യാൻ പാകത്തിനൊരു കഥാപാത്രം കിട്ടുക, അത് വലിയൊരു താരത്തിനൊപ്പം എന്ന് തന്നെ പറയാം. അത് ഒരു സ്വപ്നം പോലെ തന്നെ. നമുക്ക് അങ്ങോട്ട് പോകാനും ആ ഭാഷ കൈകാര്യം ചെയ്യുന്നത് എളുപ്പമല്ല, അപകടമാണെന്ന് അറിയാം. എന്നിട്ടും അതിൻ്റെ ഡയറക്ടർ തന്നൊരു ധൈര്യം, മലയാളി ക്യാരക്ടർ, പറ്റുന്ന തമിഴ് അറിയാത്തൊരു ഭാഷ പറയുമ്പോഴുണ്ടാവുന്ന ന്യൂനതകളൊക്കെ സഹിച്ചോളാമെന്നൊക്കെ പറഞ്ഞിട്ട് പോയതായെങ്കിലും പല പല പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഇവിടുത്തെ സ്റ്റാർസ് ഒന്നും ചിലപ്പോ ഇന്ദ്രൻ ചേട്ടൻ അത്രയും ചെയ്യുന്നു. അതായത് ഇന്ദ്രൻ ചേട്ടൻ ഇപ്പോഴും പഠിക്കാൻ ശ്രമിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഇന്ദ്രൻ ചേട്ടൻ ഇപ്പോഴും സെറ്റില് ഒരു ലൈറ്റ് ബോയ്ക്കുള്ള സൗകര്യങ്ങൾ മാത്രം ആവശ്യപ്പെടുന്നു എന്നുള്ള കാര്യമൊക്കെ നോട്ടീസ് ചെയ്തിട്ട് അത്ര പറയുന്നത് ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. പക്ഷെ സൂര്യ അത്രയും ഡീറ്റെയിൽഡ് ആയിട്ടാണ് ഇന്ദ്രൻ ചേട്ടൻ്റെ ഓരോ സ്വഭാവ സവിശേഷതകൾ എടുത്തെടുത്ത് ഓഡിയോ ലോഞ്ചിലൊക്കെ പറയുന്നത്. എന്നേക്കാൾ കൂടുതൽ ഷോ സ്റ്റീലർ ആവാൻ പോകുന്നത് ഇന്ദ്രൻ ചേട്ടനാണെന്നൊക്കെ ഉള്ളത്. അപ്പൊ പുറത്തെ ഒരു സൂപ്പർ സ്റ്റാറിന്റെ കയ്യിൽ നിന്ന് കിട്ടുന്ന ഒരു അനുമോദനവും ആ ശ്രദ്ധയും ഉണ്ടല്ലോ, അതായത് നമ്മളൊരു മനുഷ്യൻ എന്നുള്ള രീതിയിൽ കൂടിയാ ശ്രദ്ധിക്കുന്നത്. അത് എത്രമാത്രം സന്തോഷം തരുന്നതായിരുന്നു. വലിയ സന്തോഷമാണ്. നമ്മള് ഇങ്ങനെയൊക്കെ ശ്രദ്ധിക്കാതെ പതുങ്ങി എൻ്റെ ഇടയിൽ കൂടെ ഒക്കെ കഴിഞ്ഞു പോകാന്നല്ലേ വിചാരിക്കത്തുള്ളൂ. അതിങ്ങനെ ചർച്ച ചെയ്യുമ്പോൾ അയ്യോ എല്ലാവരും അത് വാച്ച് ചെയ്യുന്നുണ്ട്, ശ്രദ്ധിക്കുന്നുണ്ട്, ഒതുങ്ങണമെന്നൊക്കെ തോന്നുന്നു. അപ്പൊ ഇപ്പോ റിയാലിറ്റി ഷോന് ശേഷം എന്താണ് ഇനി അപ്പാനി ഇന്ന് പുതിയതായിട്ട് വരുന്നത് എന്നുള്ളൊരു ആഗ്രഹം കൂടി, റീഇൻവെന്റിങ് അപ്പാനി നടക്കും എന്നുള്ളൊരു കാര്യം കൂടി നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. ഇപ്പൊ വളരെ സെലക്റ്റീവായിട്ട് പണ്ട് ഇപ്പൊ ഒരു 2 കോടിയിൽ താഴെ ഒരു ഫൈറ്റ് ഉള്ള പടം ഉണ്ടെങ്കിൽ അതിൽ അപ്പാനിയെ കാസ്റ്റ് ചെയ്യുന്ന പ്രവണത ഉണ്ടായിരുന്നു. അതിൽ നിന്ന് അപ്പാനി തന്നെ മാറി നിൽക്കുന്നു എന്നുള്ള രീതിയിൽ നമ്മൾ മനസ്സിലാക്കുന്നത്. എത്രമാത്രം ശ്രദ്ധയുണ്ട് ഇനി അങ്ങോട്ടേക്ക് പടം എടുക്കുമ്പോൾ? അത് അപ്പാനി എങ്ങനെ ഷൂട്ട് ഇട്ടിട്ട് അല്ല, അനന്തൻകാടാണ് എന്നെ സംബന്ധിച്ച് ഇനി എന്റെ കരിയറിലേക്കുള്ള ഏറ്റവും വലിയൊരു ചവിട്ടുപടി എന്ന് പറയുന്നത്. കാര്യം അനന്തൻകാടിലെ എന്റെ ക്യാരക്ടർ മുരളിച്ചേട്ടൻ എന്നെ വിളിച്ച് തരുന്ന ആ മൊമെന്റ്സ് തൊട്ട് സിനിമ 25th റിലീസ് ആകാൻ പോകുന്നു. അതുവരെ ഞാൻ വളരെയധികം ഭയങ്കര പ്രതീക്ഷയോടുകൂടി തന്നെയാണ് നിൽക്കുന്നത്. കാരണം ഇനി അങ്ങോട്ട് എനിക്ക് ഒരുപാട് നല്ല കഥാപാത്രങ്ങൾ മലയാളത്തിലും അല്ലെങ്കിൽ അതർ ലാംഗ്വേജിലും എന്നെ തേടി വരും. അതിനുള്ള ഒരു പെർഫോമൻസ് എനിക്ക് ഈ അനന്തൻകാടിലൂടെ ചെയ്യാൻ സാധിച്ചു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്, അല്ലെങ്കിൽ എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പിന്നെ ഇത്രയും വലിയൊരു ക്രൂവിനൊപ്പം ഇത്രയും വലിയൊരു ക്യാൻവാസിലൊരു സിനിമ ഒരുപക്ഷെ എൻ്റെ ആദ്യമായിട്ടായിരിക്കും. കാരണം അങ്കമാലി ഡയറീസ് തൊട്ട് ഇവിടെ വന്ന് നോക്കുമ്പോൾ ഒരു ബഡ്ജറ്റ് ബേസിൽ നോക്കുമ്പോൾ ഏറ്റവും വലിയൊരു ക്യാൻവാസ് മൂവി എന്ന് പറയുന്നത് അനന്തൻകാട് തന്നെ ആയിരിക്കും. എല്ലാ ആക്ടേഴ്സിനെ പോലെ തന്നെ നമുക്കും ഓരോ സിനിമയും ഓരോ ചവിട്ടുപടികളാണ് എന്നെ സംബന്ധിച്ച്. ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ വളരെ ബഡ്ജറ്റ് കുറഞ്ഞ സിനിമകളിലും ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. അതെല്ലാം എൻ്റെ ഒരു കരിയറിലെ എൻ്റെ ഒരു സർവൈവലാണ്. അതെല്ലാം എപ്പോഴും അങ്ങനെ ആയിരിക്കണമെന്നില്ല. ഒരു പക്ഷെ എപ്പോഴെങ്കിലും ഒരു ലൈഫിൽ ഒരു ടേണിങ് വരും. ഇനിയും ഒരു അങ്കമാലി ഡയറീസ് പോലെ വിജയിക്കുന്ന ഒരു സിനിമ വരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ എല്ലാ സിനിമ ചെയ്യുമ്പോഴും അതേ ഒരു വിഷനിൽ തന്നെയാണ് പോകുന്നത്. നമ്മൾ കിട്ടുന്ന ക്യാരക്ടർ എത്രത്തോളം ഭംഗിയാക്കാൻ പറ്റും അത്രത്തോളം ഭംഗിയാക്കാൻ ശ്രമിക്കാറുമുണ്ട്. പക്ഷെ ഇത് അനന്തൻകാടിനെ സംബന്ധിച്ച് എനിക്ക് പേടിയില്ല. കാര്യം ഞാൻ അതിൽ ഹാപ്പിയാണ്. കാര്യം എൻ്റെ കൂടെ അഭിനയിച്ച കോ ആക്ടേഴ്സ് ആണെങ്കിലും എൻ്റെ ഡയറക്ടർ ആണെങ്കിലും എൻ്റെ റൈറ്റർ ആണെങ്കിലും എന്നെ വളരെ ഭയങ്കരമായിട്ട് എന്നെ കെയർ ചെയ്തു. എൻ്റെ എൻ്റെ ക്യാരക്ടറിലേക്ക് എന്നെ മുരളിച്ചേട്ടൻ അത് വളരെ അതിൻ്റെ ഒരു ജേണി തന്നെ ഉണ്ടായിരുന്നു. കുറേ ടൈം എടുത്തിട്ടാണ് ഞാൻ ക്യാരക്ടറിലേക്ക് എത്തിയത്. വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നു ഓരോ സീനുകളാണെങ്കിലും. ജാക്സൺ എന്ന എൻ്റെ ക്യാരക്ടർ പേര്. അപ്പൊ അങ്ങനെ ഒരു സ്റ്റഡി നമുക്ക് കിട്ടുമ്പോൾ ആസ് എ ആക്ടർ നിലയ്ക്ക് എനിക്ക് കുറെ ഡെവലപ്പ് ചെയ്യാൻ പറ്റും. എനിക്ക് കുറെ നല്ല ഡെവലപ്മെന്റ്സ് മീൻസ് എൻ്റെ പെർഫോമൻസിന് കുറച്ച് നന്നായിട്ട് ചെയ്യാൻ എനിക്ക് അതിൽ സാധിച്ചു എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്. സോ അതുകൊണ്ട് അനന്തൻകാട് എൻ്റെ ആക്ടിങ് കരിയറിൽ എനിക്കൊരു ടേണിംഗ് പോയിന്റ് ആയി തീരണമെന്ന് ഞാൻ അതിയായി ആഗ്രഹിക്കുന്നുണ്ട്. അങ്ങനെ സംഭവിക്കട്ടെ. ഇപ്പൊ ജെൻസി കുട്ടികളുടെ കാലമാണല്ലോ. ഇപ്പൊ 2000-കളിലൊക്കെ ജനിച്ച കുട്ടികളാണ് തിയേറ്ററിൽ പോയി പടം കാണുന്നുണ്ടാവുക. അപ്പൊ അവർക്കൊക്കെ ചിലപ്പോൾ ഏറ്റവും അവരുടെ ആദ്യത്തെ ഇൻട്രൊഡക്ഷൻ സാർപ്പട്ട പരമ്പരയിലെ ആര്യ ഒക്കെ ആയിരിക്കും. അപ്പൊ അദ്ദേഹം കുട്ടികളെ ഫോക്കസ് ചെയ്യുന്നത് മസിൽമാനായ ആക്ഷൻ ചെയ്യുന്ന ആര്യ എന്നുള്ള രീതിയിലായിരിക്കും. പക്ഷെ അപ്പുറത്ത് ഇപ്പോ സർവമൊക്കെ ചെയ്യുന്നത്, അപ്പൊ സർവത്തിലെ ഇന്റർവ്യൂ ബ്ലോക്ക് ഒക്കെ ഇപ്പോഴും ട്വിറ്ററിൽ ഇടയ്ക്കിടയ്ക്ക് അതിന്റെ കട്ട് സീൻസ് വരാറുണ്ട്. അതായത് വളരെ സട്ടിലായിട്ട് തൃഷ മരിച്ചതിന്റെ ഓരോ ഇൻസിഡൻസും ഒരു ഫ്ലോ ചാർട്ട് പോലെ ഇങ്ങനെ പറയും. അയാൾ ഒരിക്കലും വിഷമിക്കുന്നില്ല, പക്ഷെ ചുറ്റുള്ള എല്ലാവരെയും കരയിപ്പിച്ചുകൊണ്ട് ആ തിയേറ്റർക്കോ അല്ല ആ
ഹോസ്പിറ്റലിന്റെ കോറിഡോർ ഫുൾ യൂസ് ചെയ്തിട്ട് അത് അങ്ങനത്തെ സീനൊക്കെ ചിലപ്പോൾ മലയാളത്തിൽ കാണും. തമിഴിൽ ഒരിക്കലും സാധ്യതയില്ലാത്ത, അതായത് ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഇല്ല, വളരെ ഇടയ്ക്കിടയ്ക്ക് മാത്രമേ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഉള്ളൂ, കംപ്ലീറ്റ്ലി ആര്യയുടെ ഷോൾഡറിൽ മാത്രം, ആര്യക്ക് മാത്രമേ ഡയലോഗ് ഉള്ളൂ. അപ്പം അങ്ങനത്തെ ആര്യ ഉണ്ടല്ലോ, അതായത് കംപ്ലീറ്റ്ലി ഇമോഷൻ ഉള്ളിലേക്ക് എടുത്ത് പെർഫോം ചെയ്യാൻ പറ്റുന്ന ആര്യ. ആ ആര്യയെ തമിഴും മലയാളം ഒരേപോലെ മിസ് ചെയ്യുന്നുണ്ട്. അതിനെ പറ്റി അവെയർ ആണോ? നമുക്ക് അങ്ങനത്തെ പോലെ പടങ്ങൾ വരണം, അത് ഡയറക്ടർ അതുപോലെ കൺസീവ് ചെയ്താലേ നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ ഈ പടത്തിൽ ആ ഇമോഷന്റെ ഒരു ഇന്റൻസിറ്റി ഉണ്ടാവും ഈ പടത്തിൽ. അതേ ഒരു പെയിൻഫുൾ ആണ്, കുറെ റിയാക്ഷൻസ് ശരി, സിറ്റുവേഷൻസ് ശരി. ഈ പടത്തിൽ ഒരു പെർഫോമൻസിന് എനിക്ക് ചെയ്യാൻ ഒരു സ്കോപ്പിൽ ഒരു പടമായിട്ടാണ് ഈ അനന്തൻ കാടിലുള്ളത്. സോ ഐ തിങ്ക് നിങ്ങൾ ചോദിച്ചതുപോലെ അതിന്റെ ഒരു അറ്റ്ലീസ്റ്റ് ഒരു 50-60% ഫുൾഫിൽമെന്റ് കിട്ടിയ ഒരു പടം എന്ന് ഞാൻ പറയാൻ പറ്റും. ഈ വളരെ റിലേറ്റബിൾ ആയിട്ടുള്ള വേദനകളൂടി ആര്യയുടെ സന്താനമൊക്കെ ആയിട്ടുള്ള പടങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ വാസുദേവൻ സർവൻ ഒന്ന് പഠിച്ചിരിക്കുന്ന ഒരു പടത്തില് ഇപ്പോൾ ബെസ്റ്റ് ഫ്രണ്ടിനെ ഒഴിവാക്കുമ്പോൾ അയാൾ അനുഭവിക്കുന്ന ചെറിയ ചെറിയ വേദനകൾ അത്രയും കൊമേഴ്ഷ്യൽ ആയിട്ടുള്ള പടത്തിൽ അയാൾ അഭിനയിച്ച് കാണിക്കുന്നുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് അതുപോലെ ബോസങ്കര ഭാസ്കരനിൽ വീട്ടിൽ നിന്ന് പുറത്താക്കുമ്പോൾ കൊട പിടിച്ച് പോകുമ്പോൾ അയാളുടെ ഉള്ളിൽ വിഷമമുണ്ട്. അത് കോമഡി പടം ആയതുകൊണ്ടാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. ചിലപ്പോൾ ബാക്ക്ഗ്രൗണ്ട് സ്കോർ മാറ്റിയാൽ അയാളുടെ വിഷമം മനസ്സിലാക്കാൻ പറ്റും. അങ്ങനത്തെ സ്ക്രിപ്റ്റുകളുണ്ടല്ലോ, സട്ടിലായിട്ട് ചെയ്യാൻ പറ്റുന്ന സ്ക്രിപ്റ്റുകൾ, അത് മിസ് ചെയ്യുന്നുണ്ടോ? അതാണ് കുറച്ചുകൂടി മിസ് ആയിട്ടുള്ള ചോദ്യം. അത് മിസ് ചെയ്യും. ഞാൻ ആക്ച്വലി അങ്ങനെ ഒരു ലൈറ്റ് ആയിട്ട് ഇപ്പൊ ഭാവസിംഗർ ഭാസ്കരൻ, രാജാറാണി പോലെയുള്ള പടമെല്ലാം ഭയങ്കരമായിട്ട് മിസ് ചെയ്തിട്ടുണ്ട്. കുറെ ആക്ഷൻ ഫിലിംസ് ആയിപ്പോയി, കുറെ സീരിയസ് ഫിലിംസ് ആയിപ്പോയി. അതുകൊണ്ട് ഞാൻ ഭയങ്കര ഒരു കോൺഷ്യസ് ആയിട്ട് ഒരു ഡിസിഷൻ എടുത്ത് ചെയ്ത പടമാണ് ആര്യ 40 എന്ന് പറഞ്ഞൊരു പടം. നിഖിൽ മുരളി. അതായത് ഈ ആനന്ദൻ കാർഡ് ഷൂട്ടിംഗ് ടൈമില് he approached me, ഇങ്ങനെ ഒരു കഥ പറയണമെന്ന് പറഞ്ഞു. സോ ഞാൻ പ്രണയവിലാസം കണ്ടിരുന്നു. സോ ഐ റിയലി ലൈക്ക് ദാറ്റ് ഇമോഷൻ. ആ പടത്തിലെ ഇമോഷൻസും സട്ടിൽ ന്യൂആൻസസും ലവും അതൊക്കെ വളരെ ഒരു ഇൻഡെപ്ത് ആയിട്ടുള്ള ഒരു സംഭവമായിരുന്നു. സോ ഐ തോട്ട് ഓക്കെ, എന്താ മേ ബി ഒരു പടം കേൾക്കാന്ന് വെച്ചിട്ട് ജസ്റ്റ് ഈ കേം ആൻഡ് ടോൾഡ് മി ദ സ്റ്റോറി. പറഞ്ഞ ഫസ്റ്റ് നരേഷനിൽ തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പടം. സോ ഐ സെഡ് ഈ പടം കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്യാന്ന് പറഞ്ഞു. പിന്നെ അതിന് മുമ്പ് ഒരു വേട്ടവും എന്നൊരു അത് കമ്മിറ്റ്മെന്റ് ഉണ്ടായിരുന്നു. അപ്പം ആ കമ്മിറ്റ്മെന്റ് കഴിഞ്ഞ ഉടനെ ഫ്രഷ് ആയി ചെയ്യണ കുറെ കാലം ഇങ്ങനെ ഒരു പടം അഭിനയിച്ചിട്ട്, രാജാറാണിന് ശേഷം ഞാൻ ഇങ്ങനെ അഭിനയിച്ചിട്ടില്ല. സോ ഐ റിയലി വാണ്ട് ടു ഡു. സോ അതൊരു നല്ലൊരു രാജാറാണീനെ പോലെ നല്ലൊരു ഹീറോയിൻസ്, നിഖില വിമലും പിന്നെ വൈഷ്ണവി ചൈതന്യ, 2 ഹീറോയിൻസ് വെച്ച് മൗണ്ട് ചെയ്ത ഒരു പടം. സോ ദാറ്റ്സ് കം ഔട്ട് ബ്യൂട്ടിഫുൾ. നിഖിൽ വന്നിട്ട് അതേ ഇമോഷൻ, അതേ ബട്ട് വേറെ സ്റ്റോറി ലൈൻ, ബട്ട് ആ മെച്യൂരിറ്റി റിലേഷൻഷിപ്പ് എങ്ങനെ ക്യാപ്ചർ ചെയ്യേണ്ടത്, ആ ഒരു മെച്യൂരിറ്റി ലെവലില് അതേ ഒരു ഫൺ ഫാക്ടർ, അതേ ഒരു ലവ് ഇമോഷൻ, അല്ല ഫുൾ ജോളി ആയിട്ടുള്ള ഒരു ആര്യ. അങ്ങനത്തെ ഇന്ദ്രൻ സാർ ഇപ്പോൾ നിസ്സഹായനായിട്ടുള്ള ഇന്ദ്രൻ സാറിനെ നമ്മൾ മലയാളത്തിലും തമിഴിലും കണ്ടു. തമിഴിൽ അതിന്റെ എക്സ്ട്രീം ആയിരുന്നു കറുപ്പ്. ഇനിയിപ്പോൾ ഞാൻ രാജസേനൻ സാറിനോട് കഴിഞ്ഞ ആഴ്ച സംസാരിക്കായിരുന്നു. അപ്പൊ അദ്ദേഹം പറഞ്ഞു ഈ നിസ്സഹായനും പാവമൊക്കെ ആയിട്ടുള്ള ഇന്ദ്രൻസ് ഉണ്ടെങ്കിൽ പോലും അദ്ദേഹത്തെ ഓവറായിട്ടൊന്ന് ചൊറിഞ്ഞാൽ അദ്ദേഹം പറപ്പിക്കും എന്നുള്ള രീതിയിൽ ഒരു കാര്യം പറഞ്ഞു എൻ്റെ അടുത്ത്. അപ്പോൾ അങ്ങനെ ദേഷ്യം ഉള്ള അല്ലെങ്കിൽ ഫയർ ചെയ്യുന്ന, വെട്ടുന്ന മുറിയുണ്ട്. ഇപ്പൊ ജാക്സൺ ബസാറിലൊക്കെ അതിന്റെ ചെറിയ ഷെയ്ഡ്സ് ഉള്ള ക്യാരക്ടറുണ്ട്. അങ്ങനെ കുറച്ചുകൂടി ശക്തിയുള്ള ക്യാരക്ടേഴ്സ് അത് തമിഴിൽ നിന്നും മലയാളത്തിൽ നിന്നും വരുന്നുണ്ട്. അപ്പോഴല്ലേ ഒരു മാറ്റം ഉണ്ടാവുള്ളൂ. അങ്ങനെ ചൂസ് ചെയ്യുന്നുണ്ടോ? അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ട്. ഏതാണ്ട് ഇപ്പൊ നമ്മുടെ ഇതിലുള്ള ക്യാരക്ടറും ഇത്തിരി പവർഫുൾ ആണ്, ഇത്തിരി കരുത്തുള്ള, അതായത് എനിക്ക് പറ്റുമെന്ന് എനിക്ക് തന്നെ തോന്നിപ്പോയ ഒരു കഥാപാത്രമാണ്. അപ്പൊ മുരളി സാറൊക്കെ പറയുമ്പോഴേ അങ്ങനെ അത് ക്യാരക്ടർ പറയുന്നത് എന്നെ ആയിരിക്കില്ല, പേര് പറഞ്ഞപ്പോ അത് ഞാനാ.